എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂയം നക്ഷത്രക്കാരുടെ ജൂൺ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Ace of Crystals, 8 of Feathers, 8 of Shells, King of Feathers, 3 of Crystals, 2 of Crystals. ആദ്യം തന്നെ ഏസ് ഓഫ് ഫെദേഴ്സ് ആൻഡ് 3 ഓഫ് ക്രിസ്റ്റൽസ് എനർജി കണക്ഷൻസ് ആണ്. സാമ്പത്തികമായിട്ട് ഒത്തിരി സാധ്യതകളുള്ളൊരു സമയമാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു സമയം, പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയൊരു സമയമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ, അതായത് സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പാൻഡ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ എന്താണ്, നിങ്ങളുടെ ഹൈയസ്റ്റ് പൊട്ടൻഷ്യൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം തന്നെയാണ്. സക്സസ്ഫുൾ വെഞ്ചേഴ്സ്, അതായത് ബിസിനസ് സാധ്യതകൾ, ബിസിനസ് അഥവാ നിങ്ങൾ അടുത്തിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിൽ വിജയസാധ്യതകൾ വളരെയധികം, നിങ്ങൾ ഓൾറെഡി സക്സസ്ഫുൾ ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു മാസം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ് ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതേപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ടൈമാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്ന സമയം, ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പിന്നെ പറയാനുള്ള ഒരു കാര്യം, പലരെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്ത തീരുമാനം, നിങ്ങളുടെ ചോയ്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ, ഇതിനു മുമ്പ് എടുത്ത ഡിസിഷൻ്റെ ബേസിസിലാണ് ഈ ഒരു മാസത്തിലെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പുള്ള 3 മാസത്തിൽ നിങ്ങൾ ഏറ്റെടുത്ത എന്തെങ്കിലും കാര്യമായിരിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ, ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ചോയ്സസ് എടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആ എടുത്ത ചോയ്സ് ഡിസിഷൻ്റെ ഫലം ലഭിക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ച് സാധ്യതകളേറെ നിൽക്കുന്നു എന്ന് പറയാം. പിന്നെ പോസിറ്റീവായിട്ടുള്ള എല്ലാത്തിനെയും ഒരു പോസിറ്റീവായിട്ട് നോക്കിക്കാണുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയാം. ഫിനാൻഷ്യലി നഷ്ടം ഉണ്ടായിട്ടുള്ളവരെ സംബന്ധിച്ച് ആ നഷ്ടം നികത്താൻ പറ്റുന്ന, ഇപ്പോൾ കടമൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കടമൊക്കെ വീട്ടിൽ തീർക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള കടമല്ലെങ്കിൽ അതൊരു പരിധി വരെ ഈ ഒരു മാസം തന്നെ തീർത്തു കൊടുക്കാൻ പറ്റും. വലിയ കടങ്ങളൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടുന്ന ആദ്യത്തെ ഒരു കടമ്പ കടക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ 3 ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. അത് ഹണിമി എനർജിയാണ്, ടീം വർക്കാണ് തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള ആക്ഷൻ. ഹണിബ്ലി എനർജി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യുന്നു, സംഘം ചേർന്നിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാധ്യതയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, വീട്ടുകാരായിരിക്കാം, ഒക്കെ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നുണ്ട് ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസ്, കഴിവുകൾ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് പലതും നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു റെക്കഗ്നിഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ക്ലിയർ ആക്ഷൻ പ്ലാൻ എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിങ്ങൾക്ക് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റേഷൻസ്, നിങ്ങളുടെ കുറവുകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് കുറവെന്ന് മനസ്സിലാക്കി കുറവുകൾ നിങ്ങൾ നികത്തി പോകുന്നുണ്ട്. അതേപോലെ ബിസിനസ്സിലാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മേഖലയിലുള്ളവർ ഒരുമിച്ച് ചേർന്ന് ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് ഓരോ മേഖലയിലെയും ലിമിറ്റേഷൻസ് ഓരോരുത്തർക്കും മനസ്സിലാക്കി ഒരുമിച്ച് ഒരു ടീം വർക്കിലൂടെ വിജയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതേപോലെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി എനർജിയാണ്. അതായത് നിങ്ങൾ ഇന്നത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു മാസത്തെ കാര്യം മാത്രമല്ല, സക്സസ്, വിജയസാധ്യത ഇനി മുന്നോട്ടേക്ക് വരുന്ന മാസങ്ങളിലും വർഷങ്ങളിലും ലോങ് ടേം സക്സസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പറയില്ലേ, ഒരു 2-3 വട്ടമെങ്കിലും ഉറപ്പിച്ച് ആലോചിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം അതിലേക്ക് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ. അതേപോലെ 8 ഓഫ് ഫെദേഴ്സ് ആൻഡ് കിങ് ഓഫ് ഫെദേഴ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഏത് കാര്യത്തിനാണോ നിങ്ങൾ ഒരു അതായത് നിങ്ങൾ വളരെയധികം ധൈര്യം നിങ്ങളിൽ കൂടുതലുള്ളൊരു സമയമാണ്. അപ്പോൾ എല്ലാം ധൈര്യത്തോടു കൂടിയിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ് നിങ്ങൾ എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാരൻസിന് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ ഒരു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. സെൽഫ് റെമഡീസ് നമ്മൾ പറയില്ലേ, സ്വന്തമായിട്ട് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്ന സ്വയം ചികിത്സ എന്നൊക്കെ, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ പാരൻസിന് സ്വയം ചികിത്സ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിന് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ. അനാവശ്യ മരുന്നുകളോ അല്ലെങ്കിൽ അതൊന്നും കഴിക്കാതിരിക്കുക. എന്തെങ്കിലും അസുഖങ്ങളാണെങ്കിൽ ഡോക്ടറെ തന്നെ കണ്ടിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെയധികം ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ വളരെയധികം നല്ല ഒരു എന്താ പറയുക വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, നല്ല ചുറ്റുപാടും നല്ല സാധ്യതകളുള്ള നല്ല കൊളീഗ്സ് ഉള്ള കൂടെ വർക്ക് ചെയ്യുന്നവർ വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നൊരു സമയം കൂടിയിട്ടാണെന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് നിങ്ങളുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ കാര്യത്തിലേക്കായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. അതായത് എനിക്കതില്ല മറ്റൊരാൾക്കുണ്ട് എന്നൊരു ചിന്തയിലേക്കാണ് നിങ്ങളൊരു കാര്യത്തെ നോക്കി കാണുമ്പോൾ ഇപ്പോൾ അത് മാറ്റി നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു ഇത് നേടാമെന്നുള്ളതിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഒരു സ്വയം സഹതാപമോ ഇതല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് മറിച്ച് അവിടെ ഉണ്ടാകുന്നത്. അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആകുന്നുണ്ട്. അപ്പോൾ ചില പ്രത്യേക പരീക്ഷകളൊക്കെ ഇപ്പോൾ സ്കോളർഷിപ്പോ മത്സര പരീക്ഷകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കത് പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടാവില്ല എന്നുള്ളൊരു ചിന്തയുള്ളത് അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യങ്ങളുള്ളൂ. നിങ്ങൾ പഠിക്കുക, അതിനനുസരിച്ചിട്ട് ട്രൈ ചെയ്യുക. എല്ലാവർക്കും അത് പിന്നീട് ഭാവിയിൽ വരുമ്പോൾ ഞാനത് ശ്രമിച്ചില്ലല്ലോ എന്നുള്ളൊരു തോന്നലെങ്കിലും വരാതിരിക്കാൻ നിങ്ങൾ ഉത്കണ്ഠ, അതായത് ഔട്ട്കം എന്താണെന്നുള്ളൊരു ഉത്കണ്ഠ മാറ്റി വെച്ചിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ 8 of Feathers and 2 of Crystals എനർജി കണക്ഷൻസ് ആണ്. ലൈഫിലൊരു ബാലൻസ് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മാറിക്കിട്ടുന്നുണ്ട്. എന്താണ് വളരെ നല്ല രീതിയിലുള്ളൊരു ഇൻകം സോഴ്സ് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുമാനം വരുന്നുണ്ട്. അപ്പോൾ ഈ വരുമാനം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ വരവിനനുസരിച്ചിട്ട് ചിലവ് ചെയ്യാമെന്ന് നമ്മൾ പറയുമല്ലോ. അങ്ങനെ ചെയ്താലാണ് ലൈഫിൽ ബാലൻസ് വരിക. അതായത് നിങ്ങൾക്ക് കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോൾ അത് കുറച്ചൊന്ന് സേവ് ചെയ്യുക, കുറച്ച് ആവശ്യത്തിന് ചിലവഴിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ എന്നുള്ള രീതിയിൽ. പിന്നെ ബാക്കി കുറച്ച് ചാരിറ്റി, മറ്റുള്ളവരെ സഹായിക്കുന്ന, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ കുറച്ചൊന്ന് സേവ് ചെയ്യുന്നതും ചിലവാക്കുക എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ബാലൻസ് നിലനിർത്താൻ പഠിക്കണം. വരവിനേക്കാൾ കൂടുതൽ ചിലവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ല, കടം മേടിക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു ബാലൻസ് അനിവാര്യമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. പണം വന്നാൽ മാത്രം പോരാ, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും വേണം. പിന്നെ ഇവിടെ പറയാനുള്ള വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സാധ്യതകളുണ്ട്. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് സുഹൃത്തുക്കളോ മറ്റൊക്കെ സഹായിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കുടുംബത്തിലുള്ളവർ, സുഹൃത്തുക്കളൊക്കെ നിങ്ങളെ സാമ്പത്തികമായിട്ട്, കാരണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കുറച്ച് ഈ ഒരു സമയത്ത് മോശമാണെങ്കിൽ സഹായിക്കുന്നുണ്ട് എന്നുള്ളതും സൂചിപ്പിക്കുന്നു. അതേപോലെ 8 of Shells and 3 of Crystals എനർജിയാണ്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് വീടൊക്കെ മോടി പിടിപ്പിക്കാൻ പറ്റിയ സമയമാണിപ്പോൾ. അപ്പോൾ വീടൊക്കെ ഒരു ചില അറ്റകുറ്റപ്പണികളോ റിനോവേഷൻസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് വീട്ടിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മുറി ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ, ഒരു മുറി കൂടി എടുക്കാനുള്ളൊരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഒരു മുറി കൂടി പണിയുന്ന അങ്ങനെ ഒരു കാര്യമാവാം. അതും സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതൊന്ന് നിങ്ങളെ സംബന്ധിച്ചൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ വീടുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് വീട് പണി ഒക്കെ മുന്നോട്ടേക്ക് പോകുന്നില്ല, നിന്ന് പോയിട്ടുള്ളതാണെങ്കിലും ഒക്കെ വീട് പണിയൊക്കെ തിരിച്ച് ആരംഭിക്കുന്നുണ്ട്. കയറി താമസിക്കാം, വീട് വെഞ്ചരിപ്പ്, അതുപോലെ പാലുകാച്ചൽ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവ്യമാകുന്ന ഒരു സമയം കൂടിയിട്ടാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ മക്കളെ കൊണ്ടിട്ട് ഭാഗ്യം അല്ലെങ്കിൽ മക്കളെ കൊണ്ട് അഭിമാനം തോന്നുന്ന ഒരു സാഹചര്യവും ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്.
എന്നുള്ളതും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.